അധ്യായം 77 അൽ മുർസലാത്ത്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 50. അയക്കപ്പെടുന്നവ എന്നാണ് മുർസലാത്തിന്റെ ഭാഷാർത്ഥം. ഒന്നാം സൂക്തത്തിലാണ് ഈ പദം പ്രയോഗിച്ചത്. പ്രവാചകന്റെ മക്കാ ജീവിതത്തിന്റെ ആദ്യകാലത്ത് അവതീർണമായി. പരലോകം ഊന്നിപ്പറയുകയും അതിനെതിരെ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾക്ക് വിശദീകരണം നൽകുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടർച്ചയായി അയക്കപ്പെടുന്നവ സത്യം, പിന്നെ കൊടുങ്കാറ്റായി ആഞ്ഞു വീശുന്നവ സത്യം, പരക്കെ പരത്തുന്നവ സത്യം, പിന്നെ അതിനെ വേർതിരിച്ച് വിവേചിക്കുന്നവ സത്യം, ദിവ്യസന്ദേശം ഇട്ടുകൊടുക്കുന്നവ സത്യം, ഒഴികഴിവായോ താക്കീതായോ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. നക്ഷത്രങ്ങളുടെ പ്രകാശം അണഞ്ഞില്ലാതാവുകയും ആകാശം പിളർന്നു പോവുകയും പർവ്വതങ്ങൾ ഉടഞ്ഞു പൊടിയുകയും ദൂതന്മാരുടെ വരവ് നിശ്ചയിക്കപ്പെടുകയും ചെയ്താൽ ഏതൊരു ദിനത്തിലേക്കാണ് അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? വിധി തീർപ്പിന്റെ ദിനത്തിലേക്ക്. വിധി തീർപ്പിന്റെ ദിനമെന്തെന്ന് നിനക്കെന്തറിയാം? അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. മുൻഗാമികളെ നാം നശിപ്പിച്ചില്ലേ? അവർക്ക് പിറകെ പിൻഗാമികളെയും നാം നശിപ്പിക്കും. കുറ്റവാളികളെ നാം അങ്ങനെയാണ് ചെയ്യുക. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. നിസ്സാരമായ ദ്രാവകത്തിൽ നിന്നല്ലേ നിങ്ങളെ നാം സൃഷ്ടിച്ചത്? എന്നിട്ട് നാം അതിനെ സുരക്ഷിതമായ ഒരിടത്ത് സൂക്ഷിച്ചു, ഒരു നിശ്ചിത അവധി വരെ. അങ്ങനെ നാം എല്ലാം കൃത്യമായി നിർണയിച്ചു. നാം എത്ര നല്ല നിർണയക്കാരൻ! അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. ഭൂമിയെ നാം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ? ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും. ഭൂമിയിൽ നാം ഉയർന്ന പർവ്വതങ്ങളുണ്ടാക്കി. നിങ്ങൾക്ക് നാം കുടിക്കാൻ തെളിനീർ നൽകി. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. അവരോട് പറയും, നിങ്ങളെന്നും നിഷേധിച്ചു തള്ളിയിരുന്ന ഒന്നില്ലേ, അതിലേക്ക് പോയിക്കൊള്ളുക. 3 ശാഖകളുള്ള ഒരു തരം നിഴലിലേക്ക് പോയിക്കൊള്ളുക. അത് തണൽ നൽകുന്നതല്ല, തീജ്വാലയിൽ നിന്ന് രക്ഷ നൽകുന്നതുമല്ല. അത് കൂറ്റൻ കെട്ടിടം പോലെ തോന്നിക്കുന്ന തീപ്പൊരി വിതറിക്കൊണ്ടിരിക്കും. അത് കടും മഞ്ഞയുള്ള ഒട്ടകങ്ങളെപ്പോലെയിരിക്കും. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. അവർക്ക് ഒരക്ഷരം ഉരിയാടാനാവാത്ത ദിനമാണത്. എന്തെങ്കിലും ഒഴികഴിവ് പറയാൻ അവർക്ക് അനുവാദം നൽകപ്പെടുന്നതുമല്ല. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. വിധിതീർപ്പിന്റെ ദിനമാണത്. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നിങ്ങളുടെ വശം വല്ല തന്ത്രവുമുണ്ടെങ്കിൽ ആ തന്ത്രമിങ്ങ് പ്രയോഗിച്ചുകൊള്ളുക. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. ഭക്തരോ അന്ന് തണലുകളിലും അരുവികളിലുമായിരിക്കും. ഇഷ്ടക്കനികൾ അവർക്കവിടെ ലഭ്യമാകും. അപ്പോൾ അവരെ അറിയിക്കും, സംതൃപ്തിയോടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പ്രതിഫലമാണിത്. ഇவ்விധമാണ് നാം സുകർമ്മികൾക്ക് പ്രതിഫലം നൽകുക. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. അവരെ അറിയിക്കും, നിങ്ങൾ തിന്നുകൊള്ളുക, സുഖിച്ചുകൊള്ളുക, ഇത്തിരി കാലം മാത്രം. നിങ്ങൾ പാപികളാണ് തീർച്ച. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. അവരോട്
അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടാൻ കൽപ്പിച്ചാൽ അവർ കുമ്പിടുന്നില്ല. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. ഈ ഖുർആനപ്പുറം ഏതു വേദത്തിലാണ് അവരിനി വിശ്വസിക്കുക?